ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് പഞ്ചലോക വിഗ്രഹം കടത്തിയെന്ന ആരോപണമുയർന്ന ഡി മണിയെ കണ്ടെത്തി പ്രത്യേക അന്വേഷണ സംഘം. ഡിണ്ടിഗൽ സ്വദേശി ബാലമുരുകൻ എന്ന ഡി മണിയെ ചെന്നൈയിൽ ചോദ്യം ചെയ്തു. പഞ്ചലോഹ വിഗ്രഹങ്ങൾ കടത്തിയെന്ന മൊഴിയിലാണ് ചോദ്യം ചെയ്യൽ. ഷഫീദ് റാവുത്തർ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. ഷഫീദ്, കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കേൾക്കുന്ന ഒരു പേരാണ് ഈ ഡി മണിയുടേത്. ആരാണ് ഡി മണി, എന്താണ് അയാളുടെ പശ്ചാത്തലം എന്നൊക്കെയുള്ളത് ഇങ്ങനെ അഭ്യൂഹങ്ങളായി നിന്നാണ് ഒടുവിൽ കണ്ടെത്തിയിരിക്കുന്ന SIT. നിലവിൽ ഇപ്പോൾ പ്രാഥമിക ചോദ്യം ചെയ്യലാണ് ഇതുമായി ബന്ധപ്പെട്ട് നടന്നത്. ഗോകുൽ, നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കേരളം കേട്ട ഒരു പുതിയ പേരായിരുന്നു ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ഡി മണി എന്നത്. രമേശ് ചെന്നിത്തല പരിചയപ്പെടുത്തിയ വിദേശ വ്യവസായിയായിരുന്നു ഈ ഡി മണി എന്നയാൾ. പഞ്ചലോഹ വിഗ്രഹങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ കേരളത്തിൽ നിന്ന് കടത്താൻ പണം നൽകിയെന്നൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞത്. മാത്രമല്ല 2019-2020 കാലഘട്ടത്തിൽ ഇയാളുടെ തിരുവനന്തപുരം സന്ദർശനം അടക്കം ഈ വിദേശ വ്യവസായി മൊഴിയായി നൽകിയിരുന്നു. കൂടാതെ ശബരിമലയിലെ ഒരു ഉന്നതനെയും ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും ഇയാൾ തിരുവനന്തപുരത്ത് എത്തി പണം നൽകിയെന്നൊക്കെയുള്ള മൊഴിയായിരുന്നു അന്വേഷണ സംഘത്തിന് ഉണ്ടായിരുന്നത്. ഇതിന് പിന്നാലെയാണ് ഇയാളെ കണ്ടെത്താനുള്ള നീക്കത്തിന് വേണ്ടി SIT തന്നെ പ്രത്യേക സ്ക്വാഡിനെ രൂപീകരിക്കുകയും അവരെ ചെന്നൈയിലേക്ക് അയക്കുകയും ചെയ്ത. മിനിഞ്ഞാന്നാണ് ഈ സംഘം ചെന്നൈയിലെത്തിയത്. ഇന്നലെ മുതൽ ഡി മണിയെ കേന്ദ്രീകരിച്ചിട്ടുള്ള അന്വേഷണമാണ്. ഇന്നലെ ഈ ഡി മണിയെ കണ്ടെത്തി. ഡി മണി എന്നാൽ അയാളുടെ യഥാർത്ഥ പേര് ബാലമുരുകൻ എന്നാണ്. ഡിണ്ടിഗൽ സ്വദേശി എന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ അന്വേഷണ സംഘത്തിന് മനസ്സിലായിരിക്കുന്ന വിവരം. ഇയാളെ ഇന്നലെ കുറച്ചു നേരം, അതായത് വളരെ ചുരുങ്ങിയ മണിക്കൂർ മാത്രം പ്രാഥമികമായ ഒരു ചോദ്യം ചെയ്യൽ നടത്തി. ഇന്ന് വീണ്ടും ഇയാളെ ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. അതേസമയം ഇയാളോടൊപ്പം ഉണ്ടായിരുന്ന മറ്റു ചിലരെ കേന്ദ്രീകരിച്ചും അന്വേഷണ സംഘം അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് സ്മാർട്ട് ക്രിയേഷൻസ് അടക്കം ബന്ധമുള്ള ചില സംവിധാനങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് നിലവിൽ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം തുടരുന്നത്. നാളെ ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട അന്നത്തെ A. പത്മകുമാറിനോടൊപ്പം ദേവസ്വം ബോർഡ് അംഗങ്ങളായിരുന്ന KP ശങ്കരദാസ്, N. വിജയകുമാർ എന്നിവർക്ക് ചോദ്യം ചെയ്യലിന് നോട്ടീസ് നൽകിയിട്ടുണ്ട്. സ്വാഭാവികമായും അതിനു മുൻപ് നിലവിൽ SITക്ക് മുൻപ് ലഭിച്ചിരിക്കുന്ന മൊഴികളിൽ വ്യക്തത തേടുകയാണ് അന്വേഷണ സംഘം ലക്ഷ്യം വെക്കുന്ന കാര്യം.